എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ആധാറുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇനി പറയുന്നത്. ആധാർ കാർഡിൽ തെറ്റുകൾ തിരുത്തുന്നതിനും മറ്റ് അപ്ഡേഷനുകൾ വരുത്തുന്നതിനും നിരന്തരം ശ്രമിക്കുന്നവരാണ് നമ്മൾ. പേര്, ജനനത്തീയതി, വിലാസം തുടങ്ങിയവയിലൊക്കെ ഇത്തരത്തിൽ മാറ്റങ്ങൾ ആവശ്യമായി വരാറുണ്ട്. എന്നാൽ ആധാർ കാർഡിലെ പേര് മാറ്റുന്നതിന് പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് കേന്ദ്രം. പുതിയ നിയമപ്രകാരം ജീവിതത്തിൽ 2 തവണ മാത്രമേ ഇനി പേര് മാറ്റാൻ സാധിക്കുകയുള്ളൂ. കൂടാതെ ജനനത്തീയതി 1 തവണ മാത്രമേ തിരുത്തുവാൻ കഴിയുകയുള്ളൂ എന്നും യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി അറിയിച്ചു. വിലാസം അപ്ഡേറ്റ് ചെയ്യുന്നതിന് നിയന്ത്രണങ്ങൾ ഉണ്ടാകുന്നതല്ല. തെറ്റായ വിവരങ്ങൾ ആവർത്തിച്ച് മാറ്റുന്നതും തട്ടിപ്പുകളും തടയാൻ ഇത് സഹായിക്കും എന്നാണ് അധികൃതർ പറയുന്നത്. ഡിജിറ്റൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള തട്ടിപ്പുകൾ നടക്കുന്നത് കണക്കിലെടുത്താണ് പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ആധാർ സേവനങ്ങൾ വേഗത്തിലും എളുപ്പത്തിലും ആക്കി മാറ്റുന്നതിന് പുതിയ ആധാർ മൊബൈൽ ആപ്പ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. ആധാർ കാർഡിലെ വിവരങ്ങൾ മാറ്റുമ്പോൾ ചില പ്രധാനപ്പെട്ട രേഖകൾ നിർബന്ധമായും നൽകണം. ജനനത്തീയതി തിരുത്തുന്നതിന് ജനന സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. വിലാസം മാറ്റുന്നതിനായി വോട്ടർ ID, വൈദ്യുതി ബിൽ, ഗ്യാസ് ബിൽ തുടങ്ങിയ രേഖകൾ ഉപയോഗിക്കാം. പാസ്പോർട്ട് പോലുള്ള തിരിച്ചറിയൽ രേഖകളും ഇതിന് സഹായിക്കും. പേര്, മൊബൈൽ നമ്പർ, വിലാസം തുടങ്ങിയവ മൊബൈലിലൂടെ പുതുക്കാനുമാകും. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പേര് മാറ്റുന്നതിനും വയസ്സ് തിരുത്തുന്നതിനും ഇപ്പോൾ വലിയ നിയന്ത്രണമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റിക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. പേര് തിരുത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. 2 തവണ മാത്രമാണ് പേര് തിരുത്താൻ കഴിയുക. ജനനത്തീയതി തിരുത്തുന്നതിന് 1 തവണ മാത്രമാണ് അവസരമുണ്ടാകുക. അപ്പോൾ തിരുത്തുമ്പോൾ അത് ഉറപ്പാണ്, അത് കൃത്യമാണ് എന്ന് വരുത്തിയതിന് ശേഷം മാത്രം തിരുത്തുക. പിന്നീടൊരു അവസരം കിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വീണ്ടും വീണ്ടും തിരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് എന്നുള്ളത് എല്ലാവരും ഗൗരവത്തിലെടുക്കുക. പരമാവധി ഈ വിവരം മറ്റുള്ള ആളുകളിലേക്ക് കൂടി ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ 10 വർഷം കഴിഞ്ഞിട്ടുള്ള ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുക. 5 വയസ്സിന് മുമ്പ് എടുത്തിട്ടുള്ള ആധാർ കാർഡ്, കുട്ടികളുടെ ആധാർ കാർഡിൽ ബയോമെട്രിക് അപ്ഡേഷൻ 7 വയസ്സിന് മുമ്പ് ചെയ്യുക. 15 വയസ്സിന് ശേഷവും അപ്ഡേഷൻ നിർബന്ധമാണ്. ഇല്ലെങ്കിൽ കുട്ടികളുടെ സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ മുടങ്ങും. 10 വർഷം കഴിഞ്ഞിട്ടുള്ള ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുകയും ബയോമെട്രിക് പുതുക്കണമെങ്കിൽ പുതുക്കുകയും ചെയ്യുക. സ്ത്രീ സുരക്ഷാ പെൻഷൻ, ക്ഷേമ പെൻഷൻ ഇവയ്ക്കെല്ലാം മസ്റ്ററിംഗ് ആവശ്യമാണ്. മസ്റ്ററിംഗ് സുഗമമായി നടക്കുന്നതിന് വേണ്ടി ആധാർ അപ്ഡേഷൻ നിർബന്ധമാണ്. മൊബൈൽ അപ്ഡേഷനും അത് കൃത്യമായിട്ട് ചെയ്യുക. അതായത് നമ്മുടെ കയ്യിൽ ഇല്ലാത്ത നമ്പറാണ് ആധാറിൽ ലിങ്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ കയ്യിലുള്ള മൊബൈൽ ഫോൺ നമ്പർ ഇതിലേക്ക് അപ്ഡേറ്റ് ചെയ്യുക. ഇനി മൊബൈൽ നമ്പർ ചേർത്തിട്ടില്ല എങ്കിൽ ആധാറിന് വലിയ ഗുണമൊന്നും ഉണ്ടാകില്ല. OTP നിർബന്ധമാണ് എല്ലാ സേവനങ്ങൾക്കും. അതുകൊണ്ട് തന്നെ മൊബൈൽ നമ്പർ ചേർക്കാത്ത ആധാർ കാർഡുകളാണ് എങ്കിൽ നിർബന്ധമായും മൊബൈൽ നമ്പർ ആഡ് ചെയ്യുക. സംസ്ഥാന തൊഴിൽ വകുപ്പിന് കീഴിൽ 16 ക്ഷേമനിധി ബോർഡുകളിലൂടെ നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഇനി ആധാർ അധിഷ്ഠിതമാകുമെന്ന് തൊഴിൽ വകുപ്പ് നടപ്പിലാക്കുന്ന അഡ്വാൻസ്ഡ് ഇൻഫർമേഷൻ ഇന്റർഫേസ് സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ 2ാം ഘട്ടം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണിത്. ഇനി മുതൽ ആനുകൂല്യങ്ങൾ ആധാറുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ടുകൾ വഴി മാത്രമായിരിക്കും വിതരണം ചെയ്യുക. ഇത് AIS സോഫ്റ്റ്വെയറിൽ വിവരങ്ങൾ ശേഖരിച്ചിട്ടുള്ള 16 ക്ഷേമനിധി ബോർഡുകളിലെയും അംഗങ്ങൾക്ക് ആധാർ അധിഷ്ഠിത സവിശേഷ തിരിച്ചറിയൽ കാർഡ് നൽകുമെന്നും മന്ത്രി പറഞ്ഞു. തൊഴിലാളികൾക്ക് സ്വന്തമായോ അക്ഷയ കേന്ദ്രം, ക്ഷേമനിധി ബോർഡ് ഓഫീസുകൾ എന്നിവ വഴിയോ സോഫ്റ്റ്വെയറിലെ വിവരങ്ങൾ പുതുക്കുന്നതിന് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കും. തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കാനും സേവനങ്ങൾ ഡിജിറ്റൽ സംവിധാനത്തിലൂടെ വിരൽത്തുമ്പിൽ എത്തിക്കാനുമാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് എന്ന് മന്ത്രി പറഞ്ഞു. അപ്പോൾ 16 ക്ഷേമനിധി ബോർഡ്, തൊഴിലുറപ്പിന് കീഴിലുള്ള 16 ക്ഷേമനിധി ബോർഡിലെ ക്ഷേമത്തിൽ നിന്നുള്ള മറ്റ് സഹായങ്ങൾ, ആനുകൂല്യങ്ങൾ എല്ലാം ഇനി ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലൂടെ മാത്രമേ വിതരണം ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആധാർ ബാങ്കുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട് എന്ന്, ആധാർ സീഡിംഗ് നടത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ, അതുപോലെ തന്നെ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ള സ്ത്രീ സുരക്ഷാ പെൻഷൻ എല്ലാം ആധാർ അധിഷ്ഠിതമായിട്ട് തന്നെയാണ്. അത് തുടക്കം മുതൽ തന്നെ അങ്ങനെയാണ്. ക്ഷേമ ബോർഡുകൾ കൂടി അങ്ങനെയാകുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാജ്യത്തെ ആദായ നികുതി നിയമങ്ങൾ പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി പാൻ കാർഡിൽ നിർബന്ധിതമായിട്ടുള്ള ഇടപാടുകളുടെ പരിധിയിൽ കേന്ദ്ര സർക്കാർ പുതിയ മാറ്റങ്ങൾ വരുത്തുകയാണ്. 2026 ഏപ്രിൽ 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വരും എന്നും പുതിയ ആദായ നികുതി നിയമത്തിന്റെ കരട് പ്രകാരം ദൈനംദിന സാമ്പത്തിക ഇടപാടുകളിൽ വലിയ ഇളവുകൾ ലഭിക്കുന്നതാണ്. ഉയർന്ന ഇടപാടുകൾക്ക് കൂടുതൽ കർശനമായിട്ടുള്ള നിരീക്ഷണം ഏർപ്പെടുത്തുന്നതോടൊപ്പം ചെറുകിട ഇടപാടുകളുടെ നൂലാമാലകൾ കുറക്കുക എന്നതാണ് പുതിയ പരിഷ്കരണത്തിന്റെ ലക്ഷ്യം.
കരട് നിയമത്തിലെ പ്രധാന 5 മാറ്റങ്ങൾ ഇങ്ങനെയാണ്. ബാങ്ക് നിക്ഷേപങ്ങൾക്കും പിൻവലിക്കലിനും പുതിയ പരിധി വെച്ചു. നിലവിൽ ഒരു ദിവസം 50,000 രൂപയ്ക്ക് മുകളിൽ ബാങ്കിൽ നിക്ഷേപിക്കാൻ പാൻ കാർഡ് നിർബന്ധമാണ്. എന്നാൽ പുതിയ നിയമപ്രകാരം ഒരു സാമ്പത്തിക വർഷത്തിനുള്ളിൽ ആകെ 10 ലക്ഷം രൂപയോ അതിലധികമോ നിക്ഷേപിക്കുകയോ പിൻവലിക്കുകയോ ചെയ്യുമ്പോൾ മാത്രം പാൻ കാർഡുകൾ നൽകിയാൽ മതി എന്നുള്ളതാണ്. ഇത് വലിയ ആശ്വാസമാണ്. ഇത് ചെറുകിട വ്യാപാരികൾക്കും സാധാരണക്കാർക്കും വലിയ പ്രയോജനകരമാണ്. ഇത് മാത്രമല്ല, വാഹനം വാങ്ങുമ്പോഴും ഇളവുകളുണ്ട്. വാഹനം വാങ്ങുമ്പോൾ പാൻ കാർഡ് നൽകേണ്ട തുക 5 ലക്ഷം രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട്. നിലവിൽ ഏതൊരു വാഹനത്തിനും പാൻ കാർഡ് നിർബന്ധമായിരുന്നു. എന്നാൽ ഇനി മുതൽ 5 ലക്ഷത്തിന് താഴെ കാറുകൾ വാങ്ങുമ്പോൾ പാൻ കാർഡ് നൽകേണ്ടി വരില്ല. അതേസമയം ഉയർന്ന വിലയിലുള്ള ഇരുചക്ര വാഹനങ്ങൾ വാങ്ങുമ്പോൾ പാൻ കാർഡ് നിർബന്ധമാക്കും. അതുപോലെ ഹോട്ടൽ ബില്ലുകൾക്കും ആഘോഷങ്ങൾക്കും പരിധി പുനഃക്രമീകരിച്ചിട്ടുണ്ട്. ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, ബാങ്ക്വറ്റ് ഹാളുകൾ എന്നിവകളിലെ പണമിടപാടുകൾക്ക് നിലവിൽ 50,000 രൂപ എന്നുള്ളത് 1 ലക്ഷം രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട്. ഇതോടെ കല്യാണങ്ങൾക്കും മറ്റു ഹോട്ടൽ ഇടപാടുകൾ നടത്തുമ്പോൾ നേരിട്ടിരുന്ന ചെറിയ തടസ്സങ്ങൾ ഒഴിവാകും. വസ്തു ഇടപാടുകൾക്കും പരിധിയിൽ മാറ്റം വന്നിട്ടുണ്ട്. വസ്തുക്കൾ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും പാൻ കാർഡ് ആവശ്യമായ തുക 10 ലക്ഷം രൂപയിൽ നിന്നും 20 ലക്ഷം രൂപയാക്കി സർക്കാർ വർദ്ധിപ്പിച്ചു. വസ്തുവില വർദ്ധിക്കുന്നത് കണക്കിലെടുത്താണ് ഈ മാറ്റം. ഇൻഷുറൻസ് അക്കൗണ്ടുകൾക്കും പാൻ കാർഡ് നിർബന്ധമാക്കി. ഇൻഷുറൻസ് മേഖലയിലെ പുതിയ അക്കൗണ്ടുകൾ തുടങ്ങുമ്പോൾ പാൻ കാർഡ് നിർബന്ധമാക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. നിലവിൽ വാർഷിക പ്രീമിയം 50,000 രൂപയ്ക്ക് മുകളിലുള്ളവർക്ക് മാത്രം പാൻ കാർഡ് നിർബന്ധമായിരുന്നുള്ളൂ. ഇനി മുതൽ എല്ലാ ഇൻഷുറൻസ് അക്കൗണ്ടുകൾക്കും പാൻ കാർഡ് വിവരങ്ങൾ നൽകേണ്ടി വരും. മറ്റു മാറ്റങ്ങൾ ഇങ്ങനെയാണ്. ക്രിപ്റ്റോ ഇടപാടുകളുടെ വിവരങ്ങൾ എക്സ്ചേഞ്ചുകൾ നിർബന്ധമായും റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഡിജിറ്റൽ കറൻസി ഔദ്യോഗിക പണമിടപാടായി അംഗീകരിക്കുക തുടങ്ങിയ മാറ്റങ്ങളും കരട് റിപ്പോർട്ടിലുണ്ട്. കരട് നിയമത്തിൽ പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കാൻ കേന്ദ്ര സർക്കാർ അവസരം നൽകിയിട്ടുണ്ട്. കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ദൂരേക്കും ബൈ.